ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അച്ഛൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ മൊത്തം കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പണിപ്പുരയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കോണിയുടെ അവിടെ നിന്ന് കയറിനോടുത്ത് ഒരു ഇത് വെച്ച് അടയ്ക്കാനാണ് വിചാരിക്കുന്നത്. കാരണം മാവ് ഓടി കയറി തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് റിസ്ക് ആണ്. അപ്പോൾ അത് കാരണം അവിടെ നമ്മൾ ഒരു പ്ലൈവുഡ് കൊണ്ട് ഒരു ഇത് വാതിൽ പോലെ വെക്കാനാണ് കേട്ടോ വിചാരിച്ചത്. ഫുൾ അച്ഛൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ഞാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അച്ഛന് അത്യാവശ്യം കുറേ കാര്യങ്ങൾ, അച്ഛൻ്റെ ഐഡിയയിൽ കുറേ കാര്യങ്ങളുണ്ട്. അച്ഛന് എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇതാണ്. നമുക്കൊന്നും അറിയില്ല. അച്ഛന് എന്ത് സാധനം കിട്ടിയാലും അച്ഛൻ അത് വെച്ച് എന്ത് ചെയ്യാമെന്നാണ് കേട്ടോ ചിന്തിക്കാറ്. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ വീട് പണി കഴിഞ്ഞിട്ട് അത്യാവശ്യം സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ ഫ്ലവർ വൈസ്, അങ്ങനെ അതുപോലെ തന്നെ ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ അതിന് ഫ്രെയിം ഇടൽ, അതൊക്കെ എൻ്റെ അച്ഛനാണ് ചെയ്യുക. പിന്നെ സ്റ്റിക്കർ വർക്കുകളൊക്കെ, പണ്ട് സ്റ്റിക്കർ വർക്കുകൾ, അതുപോലെ തന്നെ മറ്റേ പ്രതിമകളൊക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ എൻ്റെ അച്ഛന് ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിന് വേണ്ടത്ര ഒരു പരിഗണന എൻ്റെ അച്ഛന് കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു ഇതൊന്നും അച്ഛന് കിട്ടിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഏജ് ആയിട്ടാണ് പോയത്. അവിടെയും അച്ഛനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് അവിടെയും പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുറത്ത് നല്ല മഴ പെയ്യണം. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എൻ്റെ അച്ഛൻ്റെ ഡ്രോയിങ്ങിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അത്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഞാൻ പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഞാനൊരു ദിവസം നമ്മുടെ ഹോം ടൂറിൽ നമ്മുടെ വീട് ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം. ഒരു 1/2 സെൻറ്റിലത്തെ മഹാത്ഭുതം നിങ്ങൾക്കും കാണാം. അതുപോലെ തന്നെ ഒന്ന് അടിച്ച് പറക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഒരു ഹോം ടൂർ പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുറത്തു നിന്നുള്ള വ്യൂ. അത്യാവശ്യം നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വീടും. ഇതുപോലെ ഈ കാണുന്ന വീട് പോലെ തന്നെയായിരുന്നു. നീളനായിട്ട് തന്നെ നമ്മുടെ ആയിരുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പണിതാണ് കേട്ടോ, മുകളിലേക്ക് എടുത്ത് പണിതാണ്. കാരണം നമുക്ക് സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്ത്, നമ്മൾ പിന്നെ തെറ്റായതുകൊണ്ട് നമുക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ അവിടെ അങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ ബാക്കിലുള്ള 1/2 സെൻറ്റിലാണ് കേട്ടോ നമ്മുടെ വീട് ഇരിക്കുന്നത്. മുകളിൽ 2 ബെഡ്റൂമായിട്ട് അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് ജീവിക്കാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ പണിത് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ നമ്മൾ സീലിംഗ് ഇട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അച്ഛൻ്റെ പണിപ്പുര കാണാം. ഇതാണ് കേട്ടോ അച്ഛൻ്റെ പണി സാധനങ്ങളും ഒക്കെ. ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇതിന് എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതങ്ങനെ തന്നെ അവിടെ അങ്ങനെ ഇരിക്കണം. നമ്മളൊന്നും വൃത്തിയാക്കാൻ പോകാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഈ സ്റ്റാൻഡുകളൊക്കെ അച്ഛൻ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനത്തെ ഫ്രെയിമുകൾ കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തതാണ്. പിന്നെ അച്ഛൻ്റെ കഴിവുകളൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ കഴിവുകളൊന്നും അങ്ങനെ പറയാനും പറ്റാത്ത കഴിവുകളായിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ കയറി വരുന്ന നമ്മുടെ ഹോളാണ്, അവിടെയാണ് കേട്ടോ അതങ്ങനെ ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ ഫ്ലവർ വൈസ്, അതുപോലെ തന്നെ ഈ ഭഗവാന്റെ ഇതും ശിവലിംഗത്തിൻ്റെ ഇത് അച്ഛൻ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ദേവിയുടെ ഒരു ഫോട്ടോ ചെയ്തിട്ടുണ്ട്, ശങ്കരവളരെ ഭഗവതിയുടെ. ഇത് ഒരുപാട് വീടുകളിൽ ഞങ്ങളവിടെ അതേപോലെ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കേട്ടോ. ഇത് ഞങ്ങൾ ചെയ്തേക്കുന്നത് മെറ്റീരിയൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ചില്ലിലൊക്കെയാണ് അച്ഛൻ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനത്തെ വർക്കുകളൊക്കെയാണ് അച്ഛൻ ചെയ്യാറ്. പിന്നെ പ്രതിമകൾ, അതുപോലെ ഒരു മറ്റേ ധന്വന്തരിയുടെ ഒക്കെ ഒരു കൂറ്റനാടല്ല, ഒരു മലപ്പുറത്ത് ഒരു സ്ഥലത്ത് അച്ഛൻ ചെയ്തിട്ടുണ്ട് ധന്വന്തരിയുടെ. അതിന് അച്ഛന് പൊന്നാട അണിയിക്കലും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അച്ഛൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലെയൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ വാവയുടെ ഫോട്ടോൻ്റെ ഇതിൽ നമ്മൾ ഫ്രെയിം ഇട്ട് കൊടുത്തേക്കണതാണ് കേട്ടോ. അതൊക്കെ ഇത് ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ടുള്ള സ്റ്റാൻഡുകളാണ്. ഇതൊക്കെ അച്ഛൻ നമ്മൾ ഫാബ്രിക്കേഷൻ വർക്കിലൊക്കെ ചെയ്യണത് അച്ഛൻ ഇത് ഇങ്ങനത്തെ സ്റ്റാൻഡിലാണ് കേട്ടോ ചെയ്തേക്കണത്. പിന്നെ നമുക്കിനി നമ്മുടെ പണി കാണണ്ടേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കഷ്ണം ഇതാക്കിക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യണ രീതിയിലാണ് കേട്ടോ അത് ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിത് അതിൽ ഫിറ്റ് ചെയ്തതിന് നിങ്ങൾക്കിത് ഇങ്ങനെ തുറക്കണത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കരുതായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.